+2 മോഡൽ എക്സാം തുടങ്ങിയതും സത്യ ഒന്നും എഴുതാതെ തന്റെ ക്രഷിനെയും കാത്തിരിക്കുകയായിരുന്നു. സ്കൂളിന്റെ തൊട്ടടുത്താണ് വീടെങ്കിലും അവന്റെ ക്രഷായ അനിഷ എപ്പോഴും ലേറ്റ് ആയിട്ടാണ് എക്സാമിന് പോലും വന്നിരുന്നത്. ഒരക്ഷരം പോലും പഠിക്കാതെ എക്സാം ഹാളിൽ കുത്തിയിരിക്കുന്ന സത്യക്ക് പക്ഷെ അനീഷയെ കണ്ടാൽ തന്നെ അവന്റെ അന്നത്തെ ദിവസം ധന്യമാകുമായിരുന്നു. തന്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന അവളെ അവൻ ഗാഢമായി പ്രണയിച്ചെങ്കിലും ചിലരെ പോലെ സ്നേഹിക്കുന്ന പെണ്ണിനോട് ഇഷ്ടം തുറന്ന് പറയാനുള്ള ധൈര്യം അപ്പോഴവനുണ്ടായിരുന്നില്ല. അങ്ങനെ അവളുടെ ഒപ്പവും പിറകെയുമായി നടന്നും പരസ്പരം ചിരിച്ചും അവൻ തന്റെ ദിവസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ഒടുവിൽ സ്കൂളിലെ ആനുവൽ ഡേയുടെ അന്ന് അവളോട് തന്നെ ഇഷ്ടം തുറന്നു പറയാനും തീരുമാനിച്ചു. എന്നാൽ അതിനു മുന്നേ അവന്റെ ബെസ്റ്റ് ഫ്രണ്ടിൽ നിന്നും ഒരു ഞെട്ടിക്കുന്ന കാര്യം അവൻ കേട്ടു. അനിഷയും അവന്റെ ബെസ്റ്റ് ഫ്രണ്ടും തമ്മിൽ ഇഷ്ടത്തിലാണെന്നായിരുന്നു അത്. അതിനു തെളിവായി അവർ തമ്മിലുള്ള ചാറ്റും അവൻ കാണിച്ചു കൊടുത്തു. അങ്ങനെ കൂടെ നിന്ന് ചതിച്ച ബെസ്റ്റ് ഫ്രണ്ടിന്റെയും വിടരും മുന്നേ കൊഴിഞ്ഞു പോയ തന്റെ പ്രണയത്തിന്റെയും അധ്യായം സത്യ അതോടെ അവസാനിപ്പിച്ചു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഒരു കല്യാണാലോചനയുടെ ഭാഗമായി അവൻ മോനിഷ എന്നൊരു പെൺകുട്ടിയെ കാണാനെത്തി. എന്നാൽ അവളുമായുള്ള സംസാരത്തിലാണ് അവളും താൻ പഠിച്ച അതേ സ്കൂളിലാണ് പഠിച്ചതെന്നും തന്റെ 2 കൊല്ലം ജൂനിയർ ആയിരുന്ന അവൾക്കും അവിടെ ഒരു പ്രണയമുണ്ടായിരുന്നെന്നും സത്യ അറിഞ്ഞത്. ഒരു ഇൻട്രോവേർട്ടും പഠിപ്പിയുമായിരുന്ന ബാലാജി എന്ന പയ്യന്റെ എക്സാം പേപ്പർ അവന്റെ സമ്മതമില്ലാതെ അവൾ എടുത്തെഴുതുകയും ഒടുവിൽ നിലത്തു നിന്നും ആ പേപ്പർ ടീച്ചർക്ക് ലഭിക്കുകയും ചെയ്തു. എന്നാൽ മോനിഷയുടെ പേര് പറയാതെ ആ കുറ്റം സ്വയം ഏറ്റെടുത്ത ബാലാജിയോട് പതിയെ അവൾക്ക് ഇഷ്ടം തോന്നാൻ തുടങ്ങി. എന്നാൽ അവൾ എത്ര ശ്രമിച്ചിട്ടും അവനിൽ നിന്നും ഒരു പോസിറ്റീവ് റെസ്പോൺസ് ലഭിക്കാതിരുന്നതോടെ അവളുടെ പ്രണയവും ആ സ്കൂളിൽ തന്നെ അവസാനിച്ചു. അങ്ങനെ ഒരേ സ്കൂളിൽ ഒരേ കാലഘട്ടത്തിൽ 2 പ്രണയങ്ങൾ ഉണ്ടായിരുന്ന അവർ വർഷങ്ങൾക്കിപ്പുറം ഈ കല്യാണാലോചന സമയത്ത് ഒരു തീരുമാനമെടുത്തു. പാതി വഴിയിൽ അവസാനിച്ച തങ്ങളുടെ സ്കൂൾ പ്രണയം വീണ്ടും കുത്തിപ്പൊക്കി പണ്ട് പറയാൻ ബാക്കി വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം അവരോട് തുറന്നു പറഞ്ഞ് മനസ്സിന്റെ ഭാരമിറക്കി വെക്കുക എന്നതായിരുന്നു ആ തീരുമാനം. അങ്ങനെ അതിന് പിറകെ അവർ നടത്തിയ അന്വേഷണത്തിൽ കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടിയായ അനീഷയെ തന്നെ ആദ്യം കണ്ടെത്തുകയും സത്യ അവന്റെ ഇഷ്ടം അവളോട് തുറന്ന് പറയുകയും ചെയ്തു. എന്നാൽ ഇരുവരും പരസ്പരം നന്നായി ചിരിക്കുകയും ഒടുവിൽ ഒരു കൈ കൊടുത്ത് ഫ്രണ്ട്സായി തന്നെ പിരിയുകയും ചെയ്തു. അടുത്തതായി മോനിഷ തന്റെ ബാലാജിയെ കണ്ടപ്പോഴാണ് അവൻ ഇപ്പോഴും സിംഗിൾ ആണെന്നും സ്കൂൾ കാലം മുതൽക്കേ അവനും തന്നോട് ഇഷ്ടമുണ്ടായിരുന്നെന്നും അത് പ്രകടിപ്പിക്കാൻ പറ്റാതെ പോയതിനാൽ ഇത്രയും കാലം ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്നും ഇൻസ്റ്റഗ്രാമിൽ അവൻ തനിക്ക് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നെന്നും മോനിഷ അറിഞ്ഞത്. എന്നാൽ ആ ഒരു സമയം കൊണ്ട് തന്നെ മോനിഷയും സത്യയും തമ്മിൽ ഏറെ അടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രണയമൊക്കെ സ്കൂളിൽ തന്നെ അവസാനിച്ചെന്നും അതിനൊരു പൂർണ്ണത വരുത്താൻ വേണ്ടി മാത്രമാണ് താനിപ്പോൾ നിന്നെ കാണാൻ വന്നതെന്നും അവൾ ബാലാജിയോട് പറഞ്ഞു. അങ്ങനെ പരസ്പരം അറിയാതെ ഒരേ സ്കൂളിൽ ഒരേ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സത്യയും മോനിഷയും വർഷങ്ങൾക്കിപ്പുറം തങ്ങളുടെ ജീവിതത്തിൽ ഒന്നായി മാറി.